ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ അല്ല കേട്ടോ, പ്രോഗ്രാം വൈകിട്ടാണ് കേട്ടോ. പ്രോഗ്രാം ഒരു ചെറിയൊരു കൺഫെഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടന്മാരൊക്കെ തലേ ദിവസം വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് വേണം അവർക്ക് ഇതൊക്കെ ഡെക്കറേഷനും സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഇതാ ഇവർ രാവിലെ നേരത്തെ വന്നിട്ടുണ്ട്. നേരത്തെ വന്നപ്പോൾ തുടങ്ങിയ പണിയാണ് കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷമാണ് ചോറ് വയ്ക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ വയ്ക്കുമ്പോൾ തോന്നി എന്താ ഇപ്പം ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും കടായിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. 2 മണി ആയപ്പോഴേക്കിനും ആളെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ആദ്യം ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈരിനും അങ്ങനെ ബാക്കിയുള്ളതിനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അടിച്ചത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈമിന് തിരക്കിലായിട്ട് എൻ്റെ കൂടെ പോകണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. VTSൻ്റെ പാണ്ടിക്കാട് VTSൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. 7 മണി മുതൽ 9 മണി വരെ ആയിരുന്നു ടൈം. നമ്മൾ കുറച്ച് വൈകി. അപ്പോഴേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കേക്കും അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ച അതേപോലെ തന്നെ ആയിരുന്നു കേക്കും അതുപോലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ തിരക്കാവെന്ന് വിചാരിച്ച് ഞാനും ഏട്ടനും ആദ്യം കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അച്ഛൻ അമ്മ ഫുൾ ഫാമിലി നമുക്ക് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാട്ടോ. എല്ലാവരും വരാം. ഒരു ക്ലാപ്പോട് കൂടി അവരെ ക്ഷണിക്കാട്ടോ. അങ്ങനെ എല്ലാവരും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഫസ്റ്റ് നമുക്ക് കേക്ക് കട്ട് ചെയ്യുകയാണല്ലോ. ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് ഫസ്റ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക, അത്രയേ ഉള്ളൂ. വേറെ പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആദ്യത്തെ പരിപാടി നമ്മളൊരു 7-8 മണിയുടെ ഉള്ളിലൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് തന്നെ മാക്സിമം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഷിംന പറയുന്നത് എന്തെങ്കിലും ഒന്ന് അച്ഛനോ അമ്മയോ എന്തെങ്കിലും കുട്ടികളെ കുറിച്ചൊന്ന് സംസാരിക്കാനാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ചോദിച്ചപ്പോൾ ഇവരെക്കുറിച്ച് സംസാരിക്കാനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഒന്നും പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്നും പറയാൻ കിട്ടിയില്ല. എന്നാലും അവളെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും പറയണമെന്ന് പറഞ്ഞപ്പോൾ പറ്റുന്ന തരത്തിൽ എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല കേട്ടോ, ടെൻഷൻ കാരണം. എന്തായാലും ഇവളത് പറയാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. എന്ത് പറയണം, പെട്ടെന്ന് ഒന്നും കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു. നമുക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അറിയില്ലെങ്കിൽ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. ഒരുപാട് പറയാനുണ്ട്, എന്നാൽ പറയാൻ കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതായിട്ട് കേക്ക് മുറിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ ഫുൾ ഫാമിലി മെമ്പേഴ്സും കൂടെ നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് എല്ലാവരും ഓരോരുത്തരായിട്ട് കേക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികമൊന്നും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ എങ്ങനെ തൊട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രീമൊന്നും അത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മ, അച്ഛൻ, ആൻറ്റിമാർ, മാമ്മമാർ എല്ലാവരും കേക്ക് കൊടുത്തപ്പോൾ അല്ലുട്ടിക്ക് ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു. അല്ലുമോളെയും കൂട്ടി നമ്മൾ കേക്ക് മുറിച്ചില്ല എന്ന്. അപ്പം ആ തിരക്കിൽ അതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളെ എങ്ങനെ മുകളിലേക്ക് പിടിച്ച് മുറിക്കണമായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കേക്കൊന്ന് ജസ്റ്റ് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് ഈ കൊണ്ടുവരണൊക്കെ ഒരു തിരക്കിലൊന്ന് ചെറുതായിട്ട് ചെരിഞ്ഞു പോയി. അല്ലുട്ടിക്ക് എന്തായാലും വീഡിയോസ് കാണുമ്പോൾ ഇപ്പോഴും പരാതിയാണ് കേട്ടോ, ഇന്നെ കൂട്ടി മുറിച്ചില്ലല്ലോ എന്ന്. ഇപ്പോൾ അവളെ കാണുമ്പോൾ വീഡിയോസ് ഇടാറില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും ബർത്ത്ഡേയുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ അത്ര റിലേഷനിലുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങളെ കിട്ടിയിട്ടുള്ളൂ. എല്ലാവരെയും ഒന്നും വീഡിയോയിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫുഡ് സെക്ഷനും അവിടെയൊന്നും അങ്ങനെ ആരും വീഡിയോസ് എടുത്ത് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുവിധം നമുക്ക് വന്നവരെയൊക്കെ ഫോട്ടോസിൽ എടുക്കാൻ പറ്റിയെന്നേ ഉള്ളൂ. ഇത് മലപ്പുറത്തിലെ മാമനും അമ്മായിമാരും അവരുടെ അങ്ങനെ ഒരു ഫാമിലിയാണ് കേട്ടോ.
ഇത് ഏട്ടൻ്റെ ചെറിയ അനിയത്തിയും ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ എല്ലാവരെയും ഓരോരുത്തരായിട്ട് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഒരുപാട് വീഡിയോസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് കാരണം കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് നെയ്ബേഴ്സും അങ്ങനെ ഫാമിലി ഒരുവിധം എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലുട്ടിയുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സാണ് കേട്ടോ. അങ്ങനെ അവർ നമ്മൾ ക്ഷണിച്ചത് പ്രകാരം എല്ലാവരും ടീമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ആരും തന്നെ മിസ്സായിട്ടില്ല കേട്ടോ, എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ അവരുടെ ആ ഒരു സെക്ഷനും കഴിഞ്ഞു. നമ്മൾ ഏകദേശം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറി കുറച്ച് സമയം ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം ഇതാ ബലൂണും കാര്യങ്ങളും ഒക്കെ എടുത്തു എല്ലാവരും പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.